Hello dear students, welcome to Lakshya School Plus. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മളോട് കമ്പാരിസൺ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നോക്കി നോക്കാം. സോ 3 കാറ്റഗറീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ബിസിനസിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്. പർച്ചേസിങ്ങും സെല്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ ക്യാഷ് ഇൻഫ്ലോയും ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ട്. സോ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗാർമെന്റ് ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവും, ലേബർ ഉണ്ടാവും, ഇതൊക്കെ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇനി അതിന്റെ സെയിൽ എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സെയിൽ നമുക്ക് എന്തായിരിക്കും? ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും. സോ അതാണ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾസ് നോക്കാം. ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാഷ് റിസീവ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ദ റെൻഡറിംഗ് ഓഫ് സർവീസസ്. Then next, okay, cash received from royalties, fees, commissions and other revenues. ഇപ്പോൾ royalties എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അസറ്റോ ഇപ്പോൾ ഇൻടാഞ്ചിബിൾസ് ആയിരിക്കാം. സോ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഫീസിനാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ദെൻ ഫീസ്, കമ്മീഷൻസ്, അതർ റവന്യൂസ് ഒക്കെ എന്താണ്? നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനി ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈസ് നമ്മൾ കൊടുക്കുക, ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മൾ സപ്ലൈസിന് പേയ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദെൻ പേയ്മെന്റ്സ് ടു ദ പേയ്മെന്റ്സ് ഓഫ് ദ ബിസിനസ് ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ആയിട്ടോ ചെലവുകൾ നടത്തുന്നതാണ്, അത് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദെൻ ക്യാഷ് പേയ്മെന്റ് ടു ഇൻഷുറൻസ് എന്റർപ്രൈസസ്. ഇപ്പോൾ എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിംസും കാര്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയീസിന് ഇൻഷുറൻസിനൊക്കെ വേണ്ടി കൊടുക്കുന്നതൊക്കെ എന്താണ്? അതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ദ ബിസിനസ് ആണുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആണ് അടുത്ത്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. സോ അങ്ങനെ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്നുള്ള റിട്ടേൺസും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് വരുന്നത്. അതിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇൻഫ്ലോസ് ഫ്രം ദ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നത് ക്യാഷ് റിസീവ്സ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റിന്റെ ഡിസ്പോസൽ മൂലം നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് നമുക്ക് എന്താക്കാം? ക്യാഷ് ഇൻഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ പറയാം. ഇനി അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ഓർ ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. നമ്മൾ തേർഡ് പാർട്ടീസിന് കൊടുത്ത ലോൺസും അഡ്വാൻസും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്ക് എന്താക്കാം? ഒരു ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറ്റാം. ദെൻ ക്യാഷ് റിസീവ്ഡ് ഡിസ്പോസൽ ഓഫ് ഷെയർസ്, വാറണ്ട് കാര്യങ്ങളൊക്കെ എന്താ? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. അതൊക്കെ ഡിസ്പോസൽ നടത്തുന്നതിലൂടെ നമുക്ക് ഇപ്പോൾ വിൽക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് ക്യാൻസൽ ചെയ്യുന്നതിലൂടെ എമൗണ്ട് റിസീവ് ചെയ്യാം. അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലൂടെയുള്ള നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്, ഇൻഫ്ലോസ് ആണ്. ഇനി ഔട്ട്ഫ്ലോസ് നമുക്ക് നോക്കാം. ക്യാഷ് പേയ്മെന്റ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണം. ഇനി അതുപോലെ തന്നെ ഷെയർസ്, വാറണ്ട് ഒക്കെ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് അഡ്വാൻസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊടുക്കുന്നില്ലേ? നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ വാങ്ങിയ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? അത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ ആണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതെന്താണ്? ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ അതിലെന്തൊക്കെയാണ് ഇൻഫ്ലോസ് വരുന്നത്? ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് ബോൺസ് എക്സെട്ര. അതൊക്കെ എന്താണ്? ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം നമ്മളുടെ ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഇനി അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ക്യാഷ് റീപേയ്മെന്റ് ഓഫ് എമൗണ്ട് ബോറോഡ്. നമ്മൾ വാങ്ങിയ എമൗണ്ട്, കടം വാങ്ങിയ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? ക്യാഷ് റീപേയ്മെന്റ്സ് ഓഫ് എമൗണ്ട് ബോറോഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്, ക്യാപിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതെന്താണ്? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഒരു ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഡിവിഡൻഡ് പെയ്ഡ്. പ്രിഫറൻസ് ഷെയർസിനും നമ്മുടെ ഇക്വിറ്റി ഷെയർസിനും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും എന്തുള്ളത്? നമുക്ക് മെയിൻ ആയിട്ടും 3 ആക്ടിവിറ്റീസ് ആണ്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയുള്ള ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എന്ത് ചെയ്തോളൂ? പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്, സെല്ലിംഗ് ആൻഡ് പർച്ചേസിംഗ് ആണ്. ഇനി ഫിനാൻസിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച്.